ഞാൻ ദുൽഖർ ഇതാണ് ബാംഗ്ലൂർ ഉണ്ണിമായുടെ യൂട്യൂബിന്റെ വ്യൂസ് ഒക്കെ ഞാൻ കണ്ടു. ഇറ്റ് വാസ് റിയലി അമേസിംഗ്. നൈസ് ടു മീറ്റ് യു ഉണ്ണിമായ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വ്ലോഗ് പ്ലസ് ഇൻസ്റ്റാഗ്രാം കൺട്രോൾ ബൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോൾ കൊടുത്തിരുന്നത് ഞാൻ ഇടേണ്ട ലിപ്സ്റ്റിക് ഏതാന്നുള്ളതായിരുന്നു. സോ ഇതാണ് പോൾ. അപ്പോൾ ഇതിൽ ഞാൻ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം ഒരു ഈ പ്ലം പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിങ്ക് റെഡ് കളറിലുള്ളതാണ്. ഒരെണ്ണം വന്നിട്ട് ഒരു ഓറഞ്ച് പീച്ച് ആയിരുന്നു. അത് രണ്ടും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. രണ്ടിട്ടാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്ലം പെർഫെക്ഷൻ ആണ് നിങ്ങളെല്ലാവരും സെലക്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാണ്. ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ദിവസങ്ങളിൽ എവിടെയെങ്കിലും വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ദോസീവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഡ്രിങ്കാണ്. ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ ഇതിനെക്കുറിച്ചിട്ട്. ഇത് പ്രോട്ടീൻ ആൻഡ് ഹെർബ്സ് ഫോർ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ബോഡി ടോണിങ്ങിനും മെറ്റാബോളിസത്തിനും സ്കിൻ ആൻഡ് ഹെയറിനൊക്കെ നല്ലതായിട്ടുള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇവർ നോ ആഡഡ് ഷുഗർ ഇല്ല, ആഡഡ് കളേഴ്സ്, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കിട്ടും, അതായത് ഷെയ്ക്കർ കിട്ടും. അതിൻ്റെ പേര് എഴുതിയിട്ടുള്ളത് ഒരു നല്ല സ്റ്റഡിയാണ് കേട്ടോ. ലീക്കിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കുടിക്കാം. ഞാനപ്പോൾ കുടിക്കാറുള്ളത് തണുപ്പിച്ചൊരു ഷേക്ക് രൂപത്തിൽ കുടിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസ് തണുത്തിട്ടുള്ള പാൽ ഇതിലോട്ട് ഒഴിക്കും. എന്നിട്ട് നമ്മുടെ പൗഡർ അതിനകത്ത് ഇട്ടിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് ഓഫീസിൽ പോകുന്നവർ, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഒരു എനർജി കിട്ടും. അതായത് ഒരു നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് കിട്ടും. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെയാണ് വിശക്കാതിരിക്കുള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കത് കഴിഞ്ഞിട്ട് വിശന്നു കേട്ടോ. ഒരു മണിക്കൂറൊക്കെ വരെ വിശക്കാതിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി എനിക്ക് പിന്നെ വിശക്കാൻ തുടങ്ങുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ ഇട്ടിട്ട് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പഞ്ചസാര കുറവായിട്ട് തോന്നി. ഇതിൽ ഓൾറെഡി മധുരം ഉണ്ട് കേട്ടോ, ചെറിയൊരു മധുരം ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇച്ചിരി പഞ്ചസാര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഓൾറെഡി ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ലീക്കിംഗ് ഒന്നും ലീക്ക് ഉള്ള ഒരു ബോട്ടിലല്ല കേട്ടോ. നല്ല നന്നായിട്ട് ഷെയ്ക്കാം. പിന്നെ നല്ലൊരു ശരിക്കും നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിൻ്റെ ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഒരു സംഭവമുണ്ട്. നമ്മളിന്ന് റെഡ് എഫ്എം കൊച്ചിയിൽ പോവാണ്. കൊച്ചിയിൽ നമ്മുടെ RJ ശംഭുവിൻ്റെ കൂടെയുള്ള ടോക്കാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ ബുക്ക് ചെയ്ത് റെഡ് എഫ്എം സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മൂസും ഉണ്ട് കേട്ടോ. ഹായ് അമ്മൂസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് റെഡ് എഫ്എമ്മിൻ്റെ സ്റ്റേഷനിൽ പോകുന്നത്. ഇവിടെ കാക്കനാടാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് 35 മിനിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കണേ. പിന്നെ അവിടെ ചെന്നിട്ട് അകത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനകത്തുള്ളതൊക്കെ. അതിനകത്തുള്ളതല്ല കുറച്ചെങ്കിലും ഞാൻ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ പുറം ഭാഗം മാത്രമാണ് കേട്ടോ കാണിക്കുള്ളൂ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ടാറ്റാ. അപ്പോൾ നമ്മുടെ എഫ്എമ്മിന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പുതിയ ഒരാളെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഹായ്, ആരാന്നറിയാമോ? RJ ശംഭു. ആ ഡയലോഗ് ഒന്ന് പറയാമോ? Hi, you're listening to me, RJ Shambhu in Super Hits 93.5 Red FM. കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ hello my dear wrong number. This is hello my dear wrong number. അപ്പൊ നിങ്ങൾ എല്ലാവരും ഷോ കാണാം കേട്ടോ. യുവ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിലാണ്. അതെ, കുറച്ചു മുമ്പ് ഞങ്ങള് ഒരു ഷോ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുട്ടി ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. നല്ല ബ്ലോഗറൊക്കെയാണ്. ഇതിന്റെ തന്നെ ഇപ്പൊ വ്യൂസ് എത്ര വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് more than 8 lakhs viewers for your YouTube channel. 2 ചാനലുണ്ട്. പിന്നെ ബാക്കി എന്താ പൊക്കി പറഞ്ഞു അല്ല, എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പൊക്കി പറയുകയാണെങ്കിൽ ലഡു മേടിച്ചു തരാം. ലഡു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പാവം ചേട്ടനാണ്. ഞാൻ ഓർത്ത് എനിക്ക് താടിയൊക്കെ കണ്ടപ്പോ ഒരിച്ചിരി ഒരു റഫായിട്ട് തോന്നി. പക്ഷെ ഭയങ്കര കൂളായിട്ടുള്ള മനുഷ്യനാണ്. ഇല്ല, അത് വെറുതെ അഭിനയിക്കാണ്. ഭയങ്കര കൂളായിട്ടുള്ളതാണ്. ഇല്ല ഞാൻ ടിപ്പൊക്കെ ചോദിച്ചിട്ടോ താടി വളരാനായിട്ട്. 2 ടിപ്പ് പറഞ്ഞു. അല്ല വിട്ട്
എന്താ പറയണ്ടേ? യെസ്, പറയാം. താടി വളരാൻ ഒരു കാര്യവും ഇവിടെ ഇടരുത്, തേക്കരുത്. ഓൺലി തിങ്, നിങ്ങൾ ഷേവ് ചെയ്യാതിരിക്കുക, വളരെ നന്നായിട്ട് വരും. പിന്നെ താടി വളരാത്ത ആൾക്കാരാണെങ്കിൽ ഷേവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കൂടാനുള്ള ചാൻസ് വരും. ഓൾവേസ് പിന്നെ എപ്പോഴും നമ്മുടെ മുടിയും താടിയൊക്കെ ഒന്ന് കെയർ ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ഇതുപോലെ കെയർ ചെയ്ത് പറഞ്ഞാൽ അറിയാലോ. ഇപ്പൊ നമ്മള് ഇപ്പം ഒരാഴ്ചയിൽ എനിക്ക് മുടി നന്നായിട്ടുണ്ടായിരുന്നു, ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രം ഷാമ്പൂ ചെയ്യുക. പിന്നെ വിത്ത് കണ്ടീഷണർ ഇടാതെ ഷാമ്പൂ അല്ല, ബോഡിയുടെ കാര്യമാണ്. അതെ. അപ്പൊ പിന്നെ കുട്ടി പറഞ്ഞ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, ആരുടെ സൗണ്ട്? ദുൽഖറിന്റെ സൗണ്ട്. ഓക്കെ, ദുൽഖറിന്റെ സൗണ്ടില് ഞാൻ ഉണ്ണിമായ്ക്കൊരു വിഷു കൊടുക്കാം. ഞാൻ ദുൽഖർ സൽമാൻ, ഇതാണ് ബാംഗ്ലൂർ. ഉണ്ണിമായുടെ യൂട്യൂബിന്റെ വ്യൂവേഴ്സ് ഒക്കെ ഞാൻ കണ്ടു. ഇറ്റ് വാസ് റിയലി അമേസിംഗ്. നൈസ് ടു മീറ്റ് യു ഉണ്ണിമായ. ശരിക്കും ബാബുജി പറയാറുണ്ട് ഞാൻ രണ്ടാമത് ശരിക്കും കറക്റ്റ് എന്നുള്ള കാര്യം. മതിയോ? ചുന്ദരി പെണ്ണേ, ചുന്ദരി പെണ്ണേ. മതിയോ? ശരിക്കും അതേപോലെ അപ്പൊ എന്തായാലും ഷോ കേൾക്കുക. ദിസ് ഈസ് മീ ആർജെ ശംഭു ആൻഡ് ഉണ്ണിമായ. താങ്ക് യു സോ മച്ച് ചേട്ടാ, എന്റെ വ്ളോഗിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ വിളിച്ച ഉടനെ തന്നെ വന്നിട്ടോ, ഒരു ചാടില്ലാണ്ട് ഓടി വന്നു. നമുക്ക് അങ്ങനെ വലിയ നാടൻ പരിപാടികളൊന്നും ഇല്ല. നമ്മൾ എപ്പോഴും ഹാപ്പിയാണ്. എല്ലാ മൊമെന്റും നമ്മൾ ലൈവായിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഓൾവേസ് ട്രൈ ടു ബി വിത്ത് ഹാപ്പി പീപ്പിൾ ഹു ക്യാൻ മേക്ക് യു സ്മൈൽ എവറി ടൈം ലൈക്ക് ദിസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടോക്ക് കഴിഞ്ഞതിന് ശേഷം നേരെ അമ്മൂസിനെയും കൂട്ടിയിട്ട് ഒബ്രോൺ മോളിലോട്ടാണ് പോയത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ വ്ലോഗ് കണ്ടപ്പോൾ അതിൽ ബർഗർ കഴിക്കുന്നുണ്ട്. അവൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു, ഭയങ്കര ബഹളം. അപ്പോൾ അവൾക്ക് ബർഗർ വേണം എന്ന് പറഞ്ഞിട്ട് KFC പോയി കഴിക്കാമെന്ന് ഓർത്തു. അവിടുത്തെ ബർഗർ എനിക്ക് അത്ര ഇഷ്ടമില്ല, എന്നാലും അവൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ കൊണ്ടുപോയി. അത്ര വലിയ അവിടുത്തെ അത്ര ഒരു രസമുള്ള ബർഗർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, എന്നാലും കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഒരു പോൾ ഇടാമെന്ന് ഓർത്തു. നമ്മുടെ ഇൻസ്റ്റഗ്രാം കൺട്രോൾ മൈ ലൈഫിൽ വേണ്ടിയിട്ട് ചിക്കനും ബർഗറും വെച്ചിട്ട് പോൾ ചെയ്യാമെന്ന് ഓർത്തു. എന്താ എല്ലാവരും കൂടുതൽ സെലക്ട് ചെയ്യണമെന്ന്. അപ്പോൾ പോൾ ചെയ്തപ്പോൾ എല്ലാവരും സെലക്ട് ചെയ്തത് ചിക്കനാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കഴിക്കുകയാണ്. ഞാനിപ്പോൾ വെളിയിൽ നിന്ന് ഉള്ള ഫുഡ് കുറേ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അതായത് ഇങ്ങനത്തെ ജങ്ക് ഫുഡ്സ് ചെറുതായിട്ട് വണ്ണം വെക്കണമെന്ന് നിങ്ങൾ പറയണു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൺട്രോൾ ചെയ്തിട്ടാണ് വർക്കൗട്ട്സൊക്കെ ചെയ്യാണ്. ഈ വണ്ണം കുറച്ചേക്കാം എന്ന് ഓർത്തിട്ട് അപ്പോൾ അത് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒബ്രോൺ മോളിലെ ട്രെൻഡ്സിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ നിന്ന് 2 ഡ്രസ്സ് നോക്കാം, ടോപ്പ് നോക്കാമെന്ന്. ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ട് വെറുപ്പിക്കണമെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടപ്പ്, ഒരു ഡ്രസ്സ് ഒറ്റ തവണ ഇടാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്യും പിന്നെ ഈ ഡ്രസ്സ്? അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ഞങ്ങൾ KFC കയറിയിട്ട് അമ്മൂന് ബർഗർ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് KFC കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ ഉദ്ദേശിച്ച് അത്ര വലുത് കിട്ടിയില്ല, എന്നാലും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കയറി നോക്കാം. ഇവിടെ ഈ മാളിലുള്ള എല്ലാവരും എന്നെ നോക്കാം, ഞാനെന്താണ് ഇത്രയും ഒരുങ്ങി കിട്ടി വന്നേക്കണേന്ന്. അപ്പോൾ ഞങ്ങൾ ട്രെൻഡ്സിൽ കയറിയിട്ട് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അമ്മൂസിൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 ഡ്രസ്സ് ഓപ്ഷൻ വെച്ച് പോൾ ചെയ്യാനായിട്ട് എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. നല്ല രസമുണ്ട്. അമ്മൂസിനെ എനിക്ക് കുറച്ചുകൂടി മോഡേൺ ഡ്രസ്സ് ഇട്ട് കാണാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഏതാണെന്ന് കാണാമേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഒരു ബുക്കാണ് കേട്ടോ. ബുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ബുക്ക് അതിൻ്റെ ഒരു സൈഡ് അല്ല, മന്ത് തുടങ്ങുമ്പോഴാണ് ഇത് ഡയറി പോലെയൊന്നല്ല, വെറുതെ ഒരു ബുക്കാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മാത്രം അപ്പം എനിക്ക് കോഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നത് അല്ലേ? ഇങ്ങനെ ഓരോരോ കോഡ്സ് ഉണ്ട്. പിന്നെ ബുക്ക്, പിന്നെ ഇടയ്ക്ക് കോഡ്സ്, അതുപോലത്തെ ഒരു ബുക്കാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീഷർട്ട്, ലാർജ് സൈസ് ടീഷർട്ട് നമുക്ക് തുറന്ന് നോക്കാം. വെള്ള കളറിലെ ടീഷർട്ടാണ്. റെഡ് എഫ് എം പുറകിലുണ്ട്. കേൾക്കൂ കേൾക്കൂ കേട്ടു. ഓ, പുറകിലും കയ്യിലൊക്കെ റെഡ് എഫ് എം ആണ്. കൊള്ളാം. കേട്ടുകൊണ്ടേയിരിക്കും. റെഡ് എഫ് എം ഗ്ലാസ് ആണ് നമ്മൾ. യെസ്, പിന്നെ റെഡ് എഫ് എമ്മിന്റെ എഴുതിയിട്ടുണ്ടാവും. എനിക്ക് യൂട്യൂബിന്റെ ഇതേപോലത്തെ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കും.
അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാംസ് കൺട്രോൾ മൈ ലൈഫ് എന്നിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യാൻ പോണേ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകളോട് ചോദിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നമുക്ക് പോളിംഗ് ഓപ്ഷനൊന്നുമില്ല, ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ അതിലുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണേ. സോ അപ്പോൾ ഞാൻ ചുരിദാർ ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾ ചുരിദാർ തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ചുരിദാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുക്കേണ്ടതെന്ന്. ഓപ്ഷനായിട്ട് റെഡും ഒരു ന്യൂഡ് ബ്രൗണും ആണ് തന്നിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ന്യൂഡ് ബ്രൗൺ എടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ന്യൂഡ് ബ്രൗൺ തന്നെയാണ് സെലക്ട് ചെയ്തത്. എനിക്കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ അതാണ് ഇടാറുള്ളതെന്ന്. അതുകൊണ്ട് ഞാനപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടട്ടെ കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇല്ലാതെ കണ്ടിട്ട് എനിക്കൊരു അനാഥപ്രേതം പോലെ അത് ഇട്ടിട്ട് ശീലിച്ചിട്ട് പിന്നെ ഇടാതിരിക്കുമ്പോൾ അങ്ങനെ തോന്നും. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് കേട്ടോ കാണുന്നത്. സോ അപ്പോൾ ഞാൻ ബ്രൗൺ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, ഒരു പൊട്ടും കൂടി കുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ണ് താഴത്തൂടെ എഴുതിയ മീൻസ് നോർമലായിട്ടുള്ള മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഞാൻ ഓപ്ഷനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ. അപ്പോൾ നെക്സ്റ്റ് പോൾ ഞാൻ ചോദിക്കാൻ പോണത് എങ്ങനെയാണ് പോകേണ്ടത്, കാറിലാണോ അതോ ബൈക്കിലാണോ പോണേന്നാണ്. എനിക്ക് കാറിൽ പോകാനാണ് കുറച്ചും കൂടി ഇഷ്ടം. ഭയങ്കര വെയിലാണ്, ചിലപ്പോൾ മഴ പെയ്യാനും അല്ലെങ്കിൽ ഭയങ്കര വെയിലാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ സൗകര്യം കാറിൽ പോകാനാണ്. അപ്പോൾ എന്താണ് പറയണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതെന്താണ് ഒരു മുടി പോകുന്നല്ലോ, അത് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. നിങ്ങൾ പറഞ്ഞ കൂടെ ചുരിദാർ. പിന്നെ ഞാനൊരു യെല്ലോ കളറിലെ വലിയ ബാഗ് എടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വയ്ക്കാനുള്ളതുകൊണ്ട് വലിയൊരു ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് പോണേന്നുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് പോളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കാറിൽ പോയാൽ മതിയായിരുന്നു, പക്ഷെ നിങ്ങൾ 73% ആളുകൾ ബുള്ളറ്റാണ് പറഞ്ഞേക്കണത്. എന്തൊരു വെയിലും മഴയാണ്. എപ്പോൾ മഴ പെയ്യുമെന്നും പറയാൻ പറ്റില്ല, എപ്പോഴാണ് വെയിലെന്നും പറയാൻ പറ്റില്ല. പൊടി പക്ഷെ എനിക്ക് കാറിൽ പോയാൽ മതിയായിരുന്നു. ഞാൻ കറുത്ത് കരിക്കട്ടെ ആവുമെന്ന്. ഞാൻ ഷോൾ വെച്ച് കവർ ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ബുള്ളറ്റ് സെലക്ട് ചെയ്ത സ്ഥിതിക്ക് ബുള്ളറ്റ് തന്നെയാണ് പോണേ. ബുള്ളറ്റ് പോകാൻ രസമൊക്കെയാണ് കേട്ടോ. അല്ല വെയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ്, കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ സെലക്ട് ചെയ്തല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ബുള്ളറ്റിലാണ് ഫുൾ യാത്ര. എന്ത് ചെയ്യാനാണ് ഇവിടെ ഞാൻ ഫോൺ വിളിച്ച സമയം കൊണ്ട് എനിക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ പോലും തരാതെ ഒരുത്തർ തിന്നത്. ഇനി ഞാൻ എന്ത് കോൾ ചെയ്യും? ഞാൻ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് കോൾ ചെയ്യാൻ ഓർത്തിരുന്നതാണ്. അവനത് അപ്പം തന്നെ തിന്ന് തീർത്തു. ഞാൻ ഫോൺ വിളിച്ച ആ ടൈം കൊണ്ട് 10 മിനിറ്റ് ഞാൻ ഫോൺ വിളിച്ചുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് അവനത് തീർത്തു. സോറി. ഇനി നമുക്ക് വൈകുന്നേരത്തെ കോൾ ചെയ്യിപ്പിക്കാം കേട്ടോ. വൈകുന്നേരത്തെ ഫുഡോ ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിക്കാം. വേറെ ഒരു നിവൃത്തിയില്ല. അവൻ പഠിച്ച് എടുത്തു കളഞ്ഞു രണ്ടും. പൊന്നേ. നമ്മളവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് 2 മുട്ടായി കഴിച്ചിട്ടോ, ഒരു മഞ്ചും ഒരു ക്യാൻഡിമാനും. എന്നിട്ട് ഇത് ഞാൻ ഫോളോ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിതിനകത്ത് ഇഷ്ടം ക്യാൻഡിമാൻ കേട്ടോ. മഞ്ച് ഇഷ്ടമാണ്, പക്ഷെ മഞ്ചിനേത് ഒന്നുകൂടി ഇഷ്ടം ഇതാണ്. ഇതെനിക്ക് പണ്ടത്തെ ഒരു ബൈറ്റ്സ് ഉണ്ടായിരുന്നില്ലേ, എനിക്ക് എല്ലാവർക്കും അറിയാമെന്നറിയില്ല. പണ്ടൊരു ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു മിഠായി ഉണ്ടായിരുന്നു. ആ ഒരു ബൈറ്റ്സിൻ്റെ ഒരു ഏകദേശ ടേസ്റ്റാണ് ഇതിന്. അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യാനിട്ടിട്ടുണ്ട്. എന്താണ് അവർ ഫോളോ ചെയ്യണേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചെത്തി. എൻ്റെ കോലം കണ്ടോ, ഇത് ബൈക്കിൽ പോയതിൻ്റെയാണ്. ബൈക്കിൽ പോയി കഴിഞ്ഞാൽ മുടി എന്തോരം കെട്ടി വെച്ചാലും മുടി ഫ്രണ്ടിലേക്ക് വരും. സമയം ഇപ്പോൾ 7:09. ഇപ്പോൾ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ്. ഇത് രണ്ടും എൻ്റെ ഇരിക്കാതെ ഞാൻ കഴിച്ചില്ല കേട്ടോ. ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്തത് മഞ്ചാണ്. എനിക്ക് ക്യാൻഡിമാനായിരുന്നു ഇഷ്ടം, പക്ഷെ ഞാൻ മഞ്ച് കഴിക്കാം. ക്യാൻഡിമാൻ അമ്മൂന് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് വരട്ടെ. ആകെപ്പാടൊരു കണ്ടോ, എനിക്ക് എൻ്റെ ഒരു
എൻ്റെ മുഖത്തൊക്കെ ടാനാണോ അതോ അഴുക്ക് പിടിച്ചിരിക്കുന്നതാണോ പൊടി പിടിച്ചിരിക്കുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഇങ്ങനത്തെ കറുമുറെന്നുള്ള കേട്ടോ ഇഷ്ടം. ഡയറി മിൽക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ ക്രഞ്ചി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ആടിനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊരു ബഹളമാണോ അവിടെ കിടന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ വന്നിട്ട് എന്ത് സൗണ്ടാണ്. ഇത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഒരു വ്ളോഗിൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാം കൺട്രോൾ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കൺട്രോൾ മൈ ലൈഫ് പക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയൂട്ടോ. കാരണം എനിക്കറിയില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ. ഞാൻ വേറെ ആരും നമ്മുടെ കേരളത്തിൽ നിന്ന് ആരും ചെയ്തും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവുന്ന വ്ളോഗ് ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗിനകത്ത് ചേർത്തിട്ട് ഇട്ടത്, എങ്ങനെ വർക്കാവുമെന്ന് അറിയാൻ. അതിപ്പോൾ എൻ്റെ അനിയനാണ് കേട്ടോ. ഇന്ന് എന്താണ് അവിടെ ഇവിടെയൊക്കെ ഭയങ്കര സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇത്ര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വരെ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. ഭയങ്കര ക്ഷീണം. ടാറ്റാ.